പാർട്ട് 4ലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സെറ്റപ്പ് പഠിച്ചു, പിന്നെ ഡാറ്റ ടൈപ്സ് പഠിച്ചു, പിന്നെ ഡാറ്റ ബൈൻഡിങ് പഠിച്ചു, അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി അടുത്തത് ഡയറക്റ്റീവ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഈഫും എൽസിഫും ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഇതിൽ NG if, NG for, അതുപോലെ തന്നെ NG ക്ലാസ്, NG സ്റ്റൈൽ, ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ കമ്പോണൻ്റ് എന്ന ഫോൾഡറിൽ ഡെസിഗ്നേഷൻ, റോള് എന്നീ 2 കമ്പോണൻ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു കമ്പോണൻ്റ് കൂടെ ചെയ്തിട്ട് 2 കമ്പോണൻ്റ് തമ്മിൽ കോൾ ചെയ്യുന്ന സംഭവമാണ് ചെയ്യാൻ പോണത്. എന്ത് വെച്ചിട്ട്? ഈ NG if വെച്ചിട്ട്. അതുപോലെ തന്നെ അത് ചെയ്യുന്ന വഴിക്ക് തന്നെ നമ്മൾ ഈ ഒരു NG ക്ലാസ്സും കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുതിയൊരു കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കമ്പോണൻറ്റിൽ വെക്കുക, ടെർമിനൽ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ngGC ജനറേറ്റ് കമ്പോണൻ്റ്. നമുക്കതിന് മാസ്റ്റർ എന്ന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാനിവിടെ മാസ്റ്റർ എന്ന പേര് കൊടുക്കുകയാണ്. മാസ്റ്റർ എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, പുതിയൊരു കമ്പോണൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ .html മാസ്റ്റർ .html കയറി കഴിഞ്ഞാൽ മാസ്റ്റർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവം കാണും. ഓക്കെ, നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഒരു മെനു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം 2 മെനു ഉണ്ട്. ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത രണ്ട് കമ്പോണൻറ്റിലെ, അതായത് ഡെസിഗ്നേഷൻ എന്ന കമ്പോണൻറ്റിലെ ഐറ്റംസും റോൾസ് എന്ന കമ്പോണൻറ്റിലെ ഐറ്റംസും മാറി മാറി വരണം. അതായത് ഇവിടെ വെച്ചിട്ടാണ് ആവേണ്ടത്. ഒന്നും കൂടെ പറയാം. ഡെസിഗ്നേഷൻ എന്ന പേജിലെ എന്തൊക്കെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ റോൾസിലെ ഡീറ്റെയിൽസ്, ഇത് രണ്ടും നമ്മൾക്ക് ഈ മാസ്റ്റർ കമ്പോണൻറ്റിലൂടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആപ്പ് കമ്പോണൻ്റ് .html, അവിടെ നമ്മൾക്ക് ഈ മാസ്റ്റർ കമ്പോണൻറ്റിനെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആപ്പ് മാസ്റ്റർ. ഓക്കെ, ഇനിയിപ്പോൾ മാസ്റ്റർ കമ്പോണൻറ്റിൽ എന്തൊക്കെ കൊടുക്കുമോ അതിൽ HTML എന്തൊക്കെ കൊടുക്കുമോ അതായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. നേരത്തെ ക്ലാസ്സിലെല്ലാം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാസ്റ്റർ വർക്ക്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മാസ്റ്റർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഡെസിഗ്നേഷനിൽ തൽക്കാലം നമ്മളൊന്നും ഇട്ടിട്ടില്ല, എല്ലാം കളഞ്ഞിരിക്കുകയാണ്. ഡെസിഗ്നേഷനിൽ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ ഒന്നും കൂടെ ആദ്യം ഇട്ട് തരാം. ഇതിപ്പം ഞാൻ ഇത് ക്ലാസ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, തൽക്കാലം ഇത് കിടക്കട്ടെ. ഡെസിഗ്നേഷൻ കമ്പോണൻറ്റിൽ ഇത് കിടക്കട്ടെ. അതുപോലെ തന്നെ റോൾസിലും ഇതേപോലെ തന്നെ HTML ഉണ്ട്. അതിൽ ജസ്റ്റ് ഒരു റോ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ റോൾസ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടൻറ്റും ഈ മാസ്റ്റർ അല്ലല്ലോ, റോൾസിലതും ഡെസിഗ്നേഷനിലെയും 2 കണ്ടൻറ്റ് മാറി മാറി വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മാസ്റ്ററിലും ഈ ഡെസിഗ്നേഷനിലും ഓരോരോ ഇമേജസ് ആഡ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ പോയിട്ട് സാമ്പിൾ ഇമേജ് ലിങ്ക് ഫോർ HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ലിങ്ക് വരും. അത് എക്സാമ്പിൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ലിങ്ക്സ് കിട്ടും ഇമേജിൻ്റെ. എക്സാമ്പിൾ ട്രൈ യുവർ സെൽഫിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി ഇമേജ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിൻ്റെ കോപ്പി കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഒരു റോയിൽ imgsrc കൊടുത്തിട്ട് ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിലാണ് ആപ്പ് കമ്പോണൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ല റോൾസിലാണ് ചെയ്തിരിക്കുന്നത്. റോൾസ്. ഓക്കെ, റോൾസ് കമ്പോണൻറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഡെസിഗ്നേഷനിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഡെസിഗ്നേഷൻ കമ്പോണൻറ്റ് .html ആ ഒരു ഇമേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. വേറൊരു ഇമേജ് ഈ റോ മുകളിലാണ് വരേണ്ടത്.
ഓക്കെ, ഈ റോ ഇവിടെ ക്ലോസ് ആവുന്നു. അതിനകത്ത് ഒരു ഇമേജ് IMGSRC വേറൊരു ഇമേജിൻ്റെ ലിങ്ക് എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇമേജ് ലിങ്ക് അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വരുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിനും ഓരോ ഇമേജ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ മാസ്റ്റർ എന്ന HTML ഇപ്പോൾ മാസ്റ്റർ വർക്ക്സ് എന്നാണുള്ളത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ വർക്ക്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടത് ഈ പേജിൽ 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജ് ഇവിടെ വരണം, ഡിസ്പ്ലേ ചെയ്യണം, ടാബ് പോലെ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്കൊരു ബട്ടൺ ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ ക്ലാസ്സസ് അല്ലല്ലോ വേണ്ടത്, മെനു ഗ്രൂപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് മെനു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പ് മെനു ഗ്രൂപ്പ്. ഇല്ല, ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ ഗ്രൂപ്പ് ഒന്ന് നോക്കാം. ബട്ടൺ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് ഇതിലെടുക്കാൻ പറ്റുന്നത് ഇതെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോഡ് ഇതാണ്. ഇത് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം മാസ്റ്ററിൻ്റെ ഇതിലേക്ക് വരുന്നു. അതിൽ ആദ്യം നമുക്കൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ഡോട്ട് കണ്ടെയ്നർ. അതിനകത്ത് ഒരു ഡോട്ട് റോ. ഓക്കെ, അതിനകത്ത് മെനു ഗ്രൂപ്പ് കൊടുക്കാം. നേരത്തെ ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഒരു മെനു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് പോയി നോക്കാം. നമുക്കൊരു ഇതിലേക്ക് നോക്കാമെന്ന്. മെനു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആപ്പിൾ, സാംസങ്, സോണി, ഈ 3 എണ്ണം വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിനകത്തൊരു ചെറിയൊരു ഇതുകൊണ്ട് ചെയ്യാം. ഡോട്ട് കോൾ 6 അതിനകത്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു മെനു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 2 മെനു മതിയല്ലോ. അപ്പോൾ നമുക്ക് 2 മെനു കൊടുക്കാം. അതിൽ ഇത് വേണ്ട, സോണി വേണ്ട. ഞാനിവിടെ ആപ്പിൾ എന്നുള്ളത് റോൾസ് എന്നാക്കുന്നു. സാംസങ് എന്നുള്ളത് ഡെസിഗ്നേഷൻ എന്നാക്കുന്നു. ഓക്കെ, പിന്നീട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ റോൾസിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ റോൾ എന്ന ഒരു സംഭവത്തിൽ, അതായത് ആ ഒരു കമ്പോണൻറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജാണ് വരേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് അല്ല, ആ പേജാണ് വരേണ്ടത്. അത്രേ ഉള്ളൂ. ഇവിടെ ഡെസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജും വരണം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഒരു പുതിയൊരു റോ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു ടാബ് കൊടുക്കുന്നു. ഇവിടെ പുതിയൊരു ഡോട്ട് റോ. ഓക്കെ, ഡോട്ട് കോൾ 12. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 2 ഇത് ടാബ് കൊടുക്കാം. ഞാൻ ഇത് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ടാബ് ഏതാണ്? ടാബിലല്ലോ, ആപ്പിൻ്റെ ആ സംഭവം കൊടുക്കേണ്ടത് മാസ്റ്റർ അല്ലേ. നമുക്ക് മാസ്റ്ററാണ് ഇപ്പോൾ നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെസിഗ്നേഷനിലാണ് വേണ്ടത്. ആദ്യം റോൾസിലെ കൊടുക്കാം. ഓക്കെ, റോൾസിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആപ്പ് റോൾസ് മനസ്സിലാക്കണമല്ലോ ഇപ്പോൾ ഇത് എന്താണെന്നുള്ളത്. ആപ്പ് റോൾസ്, അതായത് ഇവിടെ ആപ്പ് റോൾസിൽ എന്താണോ അത് ഡിസ്പ്ലേ ആകും. ഇനി അതേപോലെ തന്നെ തൊട്ട് താഴെ ഡോട്ട് കോൾ 12. ഇവിടെ നമുക്ക് വേണ്ടത്
ആപ്പ് ഡെസിഗ്നേഷൻ അല്ലേ, അതായത് ഇത് ഈ സമയം ഡെസിഗ്നേഷൻ അവിടെ നമ്മൾ അന്നേരം ആപ്പ് എന്നടിച്ച് കഴിഞ്ഞാൽ തന്നെ ആപ്പ് ഡെസിഗ്നേഷൻ വന്നോളും. ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്താ സംഭവിച്ചത്, റോൾസിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെസിഗ്നേഷനിൽ വന്നിട്ടുണ്ട്. 2 ഇമേജും വന്നിട്ടുണ്ട്. ഒരു ഇമേജ് ഭയങ്കര വലുതായിപ്പോയില്ല, ആ ഇമേജ് ഒന്ന് ചെറുതാക്കാം നമുക്ക്. അത് ഏതിലാണെന്ന് നോക്കട്ടെ. റോൾസിലാണ് ഇമേജ് ചെറുതാക്കേണ്ടത്. അപ്പോൾ റോൾസിലേക്ക് പോകുന്നു. റോൾസിൽ റോൾസ് കമ്പോണൻ്റ് HTML അതിൽ ജസ്റ്റ് റോയിലാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഡെസിഗ്നേഷനിൽ എങ്ങനെ കൊടുത്തതെന്ന് നോക്കട്ടെ. ഡെസിഗ്നേഷനിൽ കൊടുത്തിരിക്കുന്നത് കോൾ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിലും കൊടുത്തേക്കാം. അപ്പോൾ ഒരു മെനയാകും കാണാൻ. ഇപ്പോൾ ഇതിലേക്ക് HTML വരുന്നു. അതിനുശേഷം ഡോട്ട് കോൾ സ്റ്റോർ. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് കൊടുക്കാം. ഒന്നുമില്ല, ഇതൊരു മെനയ്ക്ക് വേണ്ടി കൊടുക്കുന്നൊന്നുമല്ല, വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല, അല്ലെങ്കിൽ അത് വർക്കിംഗ് ആണത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോൾസ് ഡെസിഗ്നേഷൻ 2 ഇമേജും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ട എന്താണ്, റോൾസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റോൾസ് കമ്പോണൻറ്റിൽ മാത്രം വരിക. ഡെസിഗ്നേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റോൾസിലെ ഡിലീറ്റ് ആയിട്ട് ഡെസിഗ്നേഷനിൽ മാത്രം വരിക, റിമൂവ് ആയിട്ട് വരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ngIf, അതായത് ഇത് ഉപയോഗിക്കുന്നത്, ngIf ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഈ റോൾസ്, ഇപ്പം ഞാൻ റോൾസിൻ്റെ ആവശ്യമില്ല, ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെസിഗ്നേഷന് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ആപ്പ് കമ്പോണൻറ്റിൻ്റെ ആവശ്യം തൽക്കാലമില്ല. ആപ്പ് കമ്പോണൻറ്റ് ഇപ്പം മാസ്റ്റർ മാത്രമാണ് ഡിസ്പ്ലേ ആകുന്നത്, അതായത് ഈ മാസ്റ്റർ മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് വേണ്ടതാണ് മാസ്റ്ററിനകത്തെ ടൈപ്പ് സ്ക്രിപ്റ്റ് വേണ്ടത്, അതായത് മാസ്റ്റർ കമ്പോണൻറ്റ്.ts അതെടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ചില സമയങ്ങളിൽ ഈ റോൾസ് കമ്പോണൻറ്റും ഡെസിഗ്നേഷൻ കമ്പോണൻറ്റും ഇവിടെ കാണില്ല, ഇവിടെ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 സംഭവങ്ങൾ, അതായത് ഈ മാസ്റ്റർ കമ്പോണൻറ്റിലേക്ക് റോൾസിനെയും ഡെസിഗ്നേഷനെയും നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, അതായത് ഈ ഡെസിഗ്നേഷൻ ഈ റോൾസിനെ നമ്മൾ കോൾ ചെയ്യണം, മീൻസ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ റോൾസ് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അത് മുകളിൽ വന്നിട്ടുണ്ട്, കോമ ഡെസിഗ്നേഷൻ കമ്പോണൻറ്റ് അതിനെയും എടുക്കുക. ഡെസിഗ്നേഷൻ കമ്പോണൻറ്റ് അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇത് 2 നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾക്കിവിടെ എഴുതാം, കണ്ടീഷൻ എഴുതാം. അപ്പോൾ എഴുതുന്നതിന് മുന്നേ ഇവിടെ ഒരു സംഭവം കൂടെ നമ്മൾ ആഡ് ചെയ്യണം, അത് കോമൺ മൊഡ്യൂളായിരിക്കണം, എന്നാലേ നമുക്ക് ആ ngIf വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് കോമൺ മൊഡ്യൂൾ കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇത് 2ഉം നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ പോലും ഇതില്ലെങ്കിൽ വർക്കാവില്ല. അതുകൊണ്ട് കോമൺ മൊഡ്യൂളും കൂടി നമ്മൾ എഴുതുക. അതിനുശേഷം നമ്മൾക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ വേരിയബിൾ എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള പേര് എടുക്കും. ഇപ്പോൾ നമുക്ക് ടാബ് ചേഞ്ച് ചെയ്യാനല്ല, അതായത് ഇത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ റോൾസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതും ഡിസ്പ്ലേ ആവണം. ഡെസിഗ്നേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതും ഡിസ്പ്ലേ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടാബിൻ്റെ ഇല്ല, അപ്പോൾ നമുക്കൊരു ഇത് കൊടുക്കേണ്ടത്, ഞാനിവിടെ tab_group എന്ന് കൊടുക്കുന്നു. അതിനുശേഷം കോളൻ സ്ട്രിങ് അല്ലേ, അതുകൊണ്ട് സ്ട്രിങ് ഈക്വൽ ടു നമ്മളിവിടെ നമുക്കിവിടെ റോൾസ് എന്ന് എടുക്കാം, റോൾസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സെമി കോളൻ ഇടുന്നു. ഇനി ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ അപ്പുറത്ത് കോൾ ചെയ്യുന്നുള്ളത്, ഈ ടാബ് ഗ്രൂപ്പിനെ നമ്മൾ അവിടത്തേക്ക് കോൾ ചെയ്യണം. അതായത് ngIf വെച്ചിട്ട് അവിടത്തേക്ക് വിളിക്കണം, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു പോർഷനിലെ ഡിസ്പ്ലേ ഉണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ngIf അടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്റ്റാർ ngIf അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, ടാബ് ഗ്രൂപ്പ് എന്നല്ലേ. അപ്പോൾ ആ ടാബ് ഗ്രൂപ്പിനെ കോൾ ചെയ്യുക. അവിടെ ടാബ് ഗ്രൂപ്പ് വരുന്നു. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് ഈക്വൽ എന്തുമായിട്ട് ഈക്വൽ ആവണം, റോൾസുമായിട്ട്, അതായത് ഈ റോൾസുമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ കോഡ്സിൽ ഇവിടെ നമ്മൾ ROLES റോൾസ് ക്യാപിറ്റൽ ലെറ്ററാണ്, R ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും റോൾസിനെ കോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും സെയിം സംഭവങ്ങൾ എഴുതുക. സ്റ്റാർ
ng if ടാബ് ഗ്രൂപ്പ് എന്നാൽ ഞാൻ നേരത്തെ ചെയ്ത സെയിം സംബന്ധന ഈക്വൽ ഡെസിഗ്നേഷൻ, അത് സിംഗിൾ കോട്ട്സിൽ ഡെസിഗ്നേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കണമല്ലോ ഇപ്പം എന്താണെന്നുള്ളത്. ഈ ടാബ് ഗ്രൂപ്പ് റോൾസ് ആയിട്ട് ഇതാണെന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും നമ്മളിവിടെ ഓൺ ക്ലിക്കിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി റോൾസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വരേണ്ടത് അല്ലേ. ഇപ്പം നമുക്കൊരു ക്ലിക്ക് ചെയ്യുമ്പോഴൊരു ഫംഗ്ഷൻ എഴുതാം. അത് എഴുതാനായിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ എൻ്റർ അടിക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴില്ല, അപ്പോൾ നമുക്ക് ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷൻ എന്ന് എടുക്കാം, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ btn _ ക്ലിക്ക് ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് നോർമലി എങ്ങനെയാണോ അത് തന്നെ ഇത്ര തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ബട്ടൺ ക്ലിക്കിന് വേറൊരു ഇത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ന്യൂ ടാബ് എന്ന് കൊടുക്കും. ഞാൻ ന്യൂ ടാബ് ഈക്വൽ ടു സ്ട്രിങ് എന്ന് കൊടുക്കുന്നു. ന്യൂ ടാബ് ഈക്വൽ ടു സ്ട്രിങ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് കണ്ടീഷൻ എഴുതേണ്ടത്, ഈ ടാബ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് വരുമ്പോഴുള്ള കണ്ടീഷൻ എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ദീസ് ഡോട്ട് എന്താണ് ടാബ് ഗ്രൂപ്പ് അല്ലേ, ഇത് വന്നിട്ടുണ്ട് ടാബ് ഗ്രൂപ്പ് ഈക്വൽ ടു എന്ത് വരണം, ന്യൂ ടാബ് വരണം അല്ലേ. അപ്പം നമ്മൾ ഈ ന്യൂ ടാബ് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ എഴുതാൻ ഞാൻ ന്യൂ ടാബ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സെമിക്കോളൻ ഇടുന്നു. ഇതാണ് സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷനെ അവിടത്തേക്ക് വിളിക്കണം. എവിടത്തേക്ക്, ഇതിൽ വിളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫംഗ്ഷന് ഇതാണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ നെയിം എന്താ കൊടുക്കേണ്ടത്, btn ക്ലിക്ക് ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഞാൻ എന്താണ് കൊടുക്കേണ്ടത്, ഈ റോൾസ്, അതായത് ഇവിടെ എന്താണോ ആ വാല്യൂരിക്കാൻ ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിവിടെ 6 ക്യാപിറ്റൽ റോൾസ് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ താഴെയും ഡെസിഗ്നേഷനിലും എന്ത് ചെയ്യണം, ക്ലിക്ക് ഫംഗ്ഷനിൽ btn ക്ലിക്ക്. നേരത്തെ ഞാൻ ഇവിടെ ഈ btn ക്ലിക്ക് ഫംഗ്ഷൻ ഏതാണെന്ന് കാണിച്ചിരുന്നു നമ്മുടെ, അത് ഇതാണ് ഇപ്പോൾ എഴുതിയ ഈ ഫംഗ്ഷനാണ് നമ്മളവിടെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ അവിടെ btn ക്ലിക്ക് ഫംഗ്ഷൻ എഴുതുന്നു. അതിനുശേഷം എന്താണ് ഫംഗ്ഷൻ്റെ ഇത് കൊടുക്കുക. പിന്നെ സിംഗിൾ കോട്ട്സിനുള്ളിൽ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡെസിഗ്നേഷനിൽ വരണ്ട, അപ്പോൾ സെയിം ഡെസിഗ്നേഷൻ D ക്യാപിറ്റലും ആക്കേണ്ട ഡെസിഗ്നേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് ഇഫിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വലാണെങ്കിൽ മാത്രം ഡെസിഗ്നേഷൻ വരിക, അല്ലെങ്കിൽ ഇത് പോകുക എന്നുള്ളതാണ്. ഇവിടെ ആണെങ്കിലും റോൾസ് വരിക, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ആകുമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി റോൾസ് ആക്റ്റീവായി കിടക്കണം. റോൾസ് വർക്ക് മറ്റേ ഡെസിഗ്നേഷൻ്റെ ഇമേജ് പോയിട്ടുണ്ട്. ഇനി ഡെസിഗ്നേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് വരുന്നുണ്ട്, റോൾസ് ഡിലീറ്റായി. ഓക്കെ, റോൾസ് വർക്ക് ഡെസിഗ്നേഷൻ, അതായത് നമുക്ക് റോൾസ് വർക്ക് എന്നുള്ളത് കളഞ്ഞേക്കാം. കാരണം രണ്ടിലും ഒരു മെനയ്ക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരെ റോൾസിലേക്ക് പോവുക. കമ്പോണൻറ്റ് റോൾസിലേക്ക് പോവുക. റോൾ സെറ്റ് കമ്പോണൻറ്റ് HTML ഇതൊക്കെ കളഞ്ഞേക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു മെനയാകും. നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തൊരു മെനയില്ലാതെ ചെയ്തത്, കാരണം അത് നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതിയല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് റോൾസ് ഡെസിഗ്നേഷൻ. ഓക്കെ, രണ്ടും വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊരു നേരം എൻ്റർ വരാനായിട്ട് ഇവിടെ നമുക്കൊരു PT എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാം, എന്തായാലും കൊടുത്തേക്കാം. ഇവിടെ PT പാഡിങ് ടോപ്പ് ഒരു 4 കൊടുക്കാം. അതുപോലെ തന്നെ റോൾസ്. ഓക്കെ, റോൾസ് കഴിഞ്ഞു. ക്ലോസ് ചെയ്യുകയാണ് ഞാനിത്, കാരണം എല്ലാം കൂടെ വെച്ചിട്ട് ഇനി കണ്ടിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റോൾസിൻ്റെ ക്ലോസ് ചെയ്ത് ഇനി ഡെസിഗ്നേഷനിൽ പോവുക. അതിൽ ഇതേപോലെ തന്നെ HTML പോയിട്ട് ഒരു പാഡിങ് ടോപ്പ് 5 or 4 എത്ര കൊടുത്തത് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഒരു 4 കൊടുത്തേക്കാം. PT 4 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഡെസിഗ്നേഷൻ റോൾസ് ഇത് രണ്ടും മാറി വന്നല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കണമല്ലോ. നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ng എഴുതിയിട്ടുള്ളൂ. അതായത് ഇപ്പം ഡെസിഗ്നേഷൻ്റെ ആവശ്യമില്ല, അത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ആകെ എഴുതിയിരിക്കുന്നത് എന്താണ്, ആകെ ഇത്രയും സംഭവം എഴുതിയിട്ടുള്ളൂ. ആദ്യം എഴുതിയിരിക്കുന്നത് ടാബ് ഗ്രൂപ്പ് എന്നിട്ട് ഇതുണ്ടാക്കുന്നു, സ്ട്രിങ് റോൾസ് എടുത്ത് വെക്കുന്നു. അതിനുശേഷം ബട്ടൺ, അതായത് അത് നമ്മളിവിടെ ഇതിനെ ng ചെയ്തിട്ട് ഇവിടെ രണ്ടത്തും കോൾ ചെയ്തിട്ട് അതിന് 2 പേര് കൊടുക്കുന്നു. അതിനുശേഷം ബട്ടൺ ക്ലിക്കിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. അതിൽ
ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുന്നു ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷനിൽ ന്യൂ ടാബ് എന്നൊരു പേര് കൊടുത്തിട്ട് അതിന് സ്ട്രിങ് ആക്കി വിളിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്, ടാബ് ഗ്രൂപ്പ്, അതായത് ഈ ടാബ് ഗ്രൂപ്പിനോട് എടുത്ത് വെക്കുന്നു, അതിനുശേഷം ന്യൂ ടാബ്. ഓക്കെ, ഇനി ബട്ടൺ ക്ലിക്ക് വെച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് ഈ റോൾസ്, അതായത് ബട്ടൺ ക്ലിക്കിൽ ഫംഗ്ഷനിൽ ഈ റോൾസ് മാത്രം വർക്ക് ചെയ്യുക, ഈ ഡെസിഗ്നേഷൻ മാത്രം ഇവിടെ വർക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ സ്വയം നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി മതി. ഇപ്പം ഒന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു എൻ്റർ അടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഇത് ഈ റോൾ തന്നെ, ഈ ഒരു രീതി തന്നെ നിങ്ങൾ പിന്തുടർന്നാൽ മതി. ആദ്യം ഇത് എഴുതുക, അതിനുശേഷം ഇവിടെ ഇത് രണ്ടും സെറ്റ് ചെയ്യുക, അതിന് ശേഷമേ ബട്ടൺ ക്ലിക്കിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളിതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ ആവണ്ട. ആദ്യമൊക്കെ ആകും, പിന്നീട് റെഡി ആയിക്കോളും. അപ്പം പഠിക്കുന്ന വഴിക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഒരു എൻ്റർ ഇട്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഇടേണ്ടത്. ഞാനൊരു എൻ്റർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ട എന്താണ്, നമുക്കിനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമുക്കിനി എന്താ പഠിക്കേണ്ടത്, നമ്മൾക്ക് NG ക്ലാസ് ആണ് പഠിക്കേണ്ടത് അല്ലേ. എന്താണ് NG ക്ലാസ്? നമ്മളിപ്പം CS ക്ലാസ്സുകളില്ലേ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ബട്ടൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ബട്ടൺ BTN പ്രൈമറി എന്നാണ് കൊടുത്തിരിക്കുന്നില്ലേ. BTN പ്രൈമറി എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ആ ബട്ടണിൽ പ്രൈമറി കളർ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ആ പ്രൈമറി എടുത്തു കഴിഞ്ഞാൽ ബട്ടൻ്റെ കളറില്ല കണ്ട. അപ്പോൾ ഇതൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഡൈനാമിക്കായിട്ട്, അതായത് ഇതിപ്പോൾ സ്റ്റാറ്റിക്കാണ്, ഫിക്സഡ് ആയിരിക്കും. ഈ കളറിനെ നമുക്ക് ഡൈനാമിക്കായിട്ട് ഇവിടെ കോൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഡൈനാമിക്കായിട്ട് കോൾ ചെയ്യാനാണ് നമ്മൾ NG ക്ലാസ് ഉപയോഗിക്കുന്നത്. NG ക്ലാസ് മീൻസ് NG എപ്പോഴും ഞാൻ പറഞ്ഞ ആ രണ്ട് അക്ഷരങ്ങളിലെ വാക്കുകൾ. ഒന്നും പറയണ്ട, മൊത്തം പോയി. അതായത് ഒരു 7 മിനിറ്റും കൂടെ റെക്കോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഔട്ട് എടുത്തപ്പോഴത്തേക്കും ഓഡിയോ 30 മിനിറ്റും വീഡിയോ 21 മിനിറ്റും. അതായത് ആക്ച്വലി ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഞാൻ വീണ്ടും ചെയ്യാൻ വേണ്ടി പോണത്. അതായത് നമ്മൾ ഇത്രയും വന്നിട്ടുണ്ട്, നമുക്ക് റോൾസും ഡെസിഗ്നേഷനും വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് NG ക്ലാസ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ NG ക്ലാസ് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യേണ്ടത്. അതായത് ഒരു ഡൈനാമിക് ക്ലാസ്സാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രൈമറി എന്നുള്ള സ്റ്റാറ്റിക് ക്ലാസ്സാണ്. ഇത് സ്ഥിരമായിട്ട് നിൽക്കും. പക്ഷേ ഒരു യൂസറിന് ഇത് ടാബ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് ടാബിലാണെന്ന് അറിയാനായിട്ടാണ് ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇത് ആക്റ്റീവ് ആവണം, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആവണം. അതിനായിട്ടാണ് നമ്മൾ NG ക്ലാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ NG ക്ലാസ് ഉപയോഗിക്കാനായിട്ട് നമുക്കിവിടെ ഇത് കഴിഞ്ഞിട്ട് നേരെ എഴുതിയാൽ മതി. പക്ഷേ ഇതങ്ങ് ഡിസ്പ്ലേയുടെ സ്പേസ് കഴിഞ്ഞ് അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു എൻ്റർ അടിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു എൻ്റർ അടിക്കുകയാണ്. നമുക്ക് NG ക്ലാസ്സിന് വേണ്ടിയിട്ട് അറയുടെ ഇതെടുക്കുമ്പോഴത്തേക്കും തന്നെ NG ക്ലാസ് ഫസ്റ്റ് വന്നോളൂ. ഫസ്റ്റ് തന്നെ NG ക്ലാസ് വന്നോളൂ. ഓക്കെ, NG ക്ലാസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എന്താണ് വരേണ്ടത്, ഈ ടാബ് ഗ്രൂപ്പാണ് വരേണ്ടത് അല്ലേ. അപ്പം ഞാനിവിടെ ടാബ് ഗ്രൂപ്പ് ഈക്വൽ എന്താണ് റോൾ, അതായത് ഇവിടെ ഞാൻ R ക്യാപിറ്റലായിരിക്കും, റോൾസ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്, അല്ലെങ്കിൽ എന്നുള്ളതാണ് കോളൻ, അല്ലെങ്കിൽ ഈ ക്ലാസ്, ഇത്രയുള്ള കണ്ടീഷൻ. ഇനിയിപ്പം ആണെങ്കിൽ എന്ന് പറയുമ്പോൾ വേറൊരു ക്ലാസ് ഉള്ളത്. ഇപ്പം ബട്ടൺ പ്രൈമറി എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരു ഈ കളർ വന്നത്, ഈ ബ്ലൂ കളർ വന്നത്. ഇപ്പം ബട്ടൺ പ്രൈമറി എന്നുള്ള ക്ലാസ് ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റപ്പ് അറിയാവുന്നവരായിരിക്കുമല്ലോ ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ കാണിച്ചിട്ടാണ്. ഇപ്പം ബട്ടൺ പ്രൈമറി എന്നുള്ള ക്ലാസ് കളഞ്ഞാൽ അവിടെ ഒന്നും വരത്തില്ല കണ്ടോ. അപ്പോൾ ആ ഒരു സംഭവം അതാണ് ഈ ബട്ടൺ പ്രൈമറി എന്ന ക്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ക്ലാസ് കണ്ടെത്താം. ബൂസ്റ്റർ ബട്ടൺസ് ഇവിടെ ഒരുപാട് ക്ലാസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇതാണ് വരേണ്ടത്. ഒരു ഡാർക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, BTN ഡാർക്ക് എന്ന് കൊടുത്താൽ മതി. അപ്പം നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോ നോക്കി, ഇതൊരു കുറച്ച് നല്ല കളറാണെന്ന്. അപ്പം BTN ഇൻഫോ ഈ ക്ലാസ് പറഞ്ഞു കൊടുത്താൽ മതി. അതിനായിട്ട് ഇവിടെ വരുന്നു, ഞാനിവിടെ BTN -info എന്ന് കൊടുക്കുന്നു. ഓക്കെ, അന്നേരം ശ്രദ്ധിക്കേണ്ട വരുന്നത് ഈ ബട്ടൺ പ്രൈമറി ക്ലാസ് നമ്മൾ ഇവിടെ നിന്ന് കളയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല. അപ്പോൾ എന്താണ് രണ്ടാമത്, അതായത് ഇതിനകത്ത് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ NG ക്ലാസ്സിൽ ടാബ് ഗ്രൂപ്പിൽ റോൾസിൽ ക്ലിക്ക് വീഴുകയാണെങ്കിൽ ബട്ടൺ ഇൻഫോ എന്ന ക്ലാസ് വർക്ക് ചെയ്യണം. ഇത് അല്ലെങ്കിൽ എന്താണ്, ബട്ടൺ പ്രൈമറി എന്നുള്ള നോർമൽ ക്ലാസ് വർക്ക് ചെയ്യണം. അതായത് ബ്ലൂ കളർ. ഇപ്പോൾ കോപ്പി ചെയ്യുന്നു, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ,
ഇതേ ഐറ്റം തന്നെ താഴെയും എഴുതി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം, തെറ്റണ്ട. സെയിം സംഭവം തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. വീണ്ടും ഞാനിപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട, ഈ സാധനം നേരെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഡെസിഗ്നേഷൻ മാറ്റി ഇത് റോൾസ് മാറ്റി ഡെസിഗ്നേഷൻ കൊടുത്താൽ മതി. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒന്നും കൂടെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അവിടെ നമ്മൾ NG ക്ലാസ് എന്ന് ഡൈനാമിക് ക്ലാസ് എഴുതുന്നു. അതിനുശേഷം ഈ ടാബ് ഗ്രൂപ്പ് ഈക്വൽ ഡെസിഗ്നേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടാബ് ഗ്രൂപ്പ് ഈക്വൽ സിംഗിൾ കോട്ട്സിനകത്ത് D ക്യാപിറ്റൽ ഡെസിഗ്നേഷൻ ഓക്കെ ആണെങ്കിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ക്ലാസ്, അതായത് ബാക്കി സെയിം തന്നെ. ഇത് ഞാനിന്ന് കോപ്പി ചെയ്യാണ്. കാര്യം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇത് ഇത്രയും സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചത്, ഇന്നത്തെ പാർട്ട് 4 പഠിച്ചിരിക്കുന്നത് NG ക്ലാസ്, NG ഇഫ്, ഈ രണ്ട് സംഭവങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ റോൾസിന് ഓട്ടോമാറ്റിക്കായിട്ട് ആ കളർ വന്നു, ഡെസിഗ്നേഷനിൽ ക്ലിക്കുമ്പോൾ ആ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സംഭവിക്കുന്നത് ഒബ്ജക്റ്റ് ഇവിടെ കാണുന്ന ഈ ഒരു ടാഗ് അല്ലെങ്കിൽ ടാബ് ഇത് ഡിലീറ്റ് ആയിട്ട് വേറെ വരികയാണ്. ഹൈഡ് ആവില്ല, ഇത് ഹൈഡ് ആൻഡ് ഷോ അല്ല. ഓക്കെ, ഹൈഡ് ഓർ ഷോ അല്ല. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നോക്കുക, ഈ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ടാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് നമ്മളിവിടെ കോൾ ചെയ്യുന്നു. പിന്നീട് ക്ലിക്ക് ഫംഗ്ഷൻ, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷനിൽ നമ്മൾ ടാബ് ഗ്രൂപ്പിന് ദിസ് പറഞ്ഞു കൊടുത്തിട്ട് വിളിക്കുന്നു, ന്യൂ ടാബ്, ഈ ഒരു സ്ട്രിങ്ങിനെ ഇവിടെ വിളിക്കുന്നു. അതിനുശേഷം ഇവിടെ കണ്ടീഷൻ എഴുതുന്നു. പിന്നെ ക്ലിക്ക് ഫംഗ്ഷനിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ബട്ടണിൻ്റെ ചേഞ്ച് ചെയ്യാൻ NG ക്ലാസ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 2 ക്ലാസ്. ഇത് ഡൈനാമിക് ക്ലാസ്സായി. ഇതിപ്പോൾ ഡൈനാമിക് ക്ലാസ്സാണ്, സ്റ്റാറ്റിക് ക്ലാസ് അല്ല. സ്റ്റാറ്റിക് ക്ലാസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് വന്നില്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടെന്നാണ്. അതേപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ 3 സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ഡെസിഗ്നേഷൻ ഇമ്പോർട്ട് ചെയ്യേണ്ടത് നോക്കണം, റോൾസ് നോക്കണം, അതുപോലെ തന്നെ കോമൺ മൊഡ്യൂൾ. ഈ കോമൺ മൊഡ്യൂളിലാണ് ഈ NG ഇഫും NG ക്ലാസ്സും NG അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം പാർട്ട് 5 കാണാം.